ചേലക്കരയിൽ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. ഇടതുമുന്നണി CPM ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് ചേലക്കര. ഇത്തവണയും ചേലക്കരയ്ക്കൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉറപ്പായും 96-ൽ സഖാവ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജയത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് അടിത്തറയിട്ട മണ്ഡലങ്ങളിലൊന്നാണിത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങൾ ചേലക്കരയിലുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കൾ അവിടുന്ന് ജയിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും അവിശദമായി കടന്നിരുന്ന ഈ മണ്ഡലത്തെ റോഡിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെയും ഭവന നിർമ്മാണത്തിന്റെയും പാലങ്ങളുടെയും എല്ലാം ആശുപത്രി ചികിത്സകളുടെയും വലിയ മാറ്റമുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ വന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത്. ജനങ്ങളോട് ഞങ്ങൾ വാഗ്ദാനം പറയുകയല്ല, തൊട്ടറിഞ്ഞ് ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ടവരാണവർ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സഖാവ് പ്രദീപ് നല്ല പോലെ ഇടപെട്ട ഇവിടുത്തെ MLA ആണ്. അതും അവർക്കറിയാം. ജനങ്ങൾക്കിടയിൽ ഏറ്റവും അവർക്ക് പ്രിയങ്കരനായ MLA കൂടിയായി രാധാകൃഷ്ണനോടൊപ്പം സഖാവ് പ്രദീപുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് പ്രദീപ് കഴിഞ്ഞ തവണ 21-ലെ രാധാകൃഷ്ണന്റെ വിജയത്തിനോടെത്താൻ കഴിയുന്ന വോട്ട് നേടി വിജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോൺഗ്രസ് UDF വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ചേലക്കരയിൽ മാറ്റം ഉണ്ടായിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ അവർ പ്രവർത്തിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസിനും മറ്റുള്ളവർക്കും പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും ഒക്കെ അവകാശമുണ്ടല്ലേ. സ്വപ്നം നേരം വിളിച്ചാവുമ്പോൾ എണീക്കുമ്പോൾ അതങ്ങ് തീരും. അതുപോലെയാണ് ഈ കാര്യത്തിലുള്ളത്. പക്ഷെ പണക്കൊഴുപ്പ് വൻതോതിൽ ഇങ്ങനെ എവിടെ നിന്നാണ് കോൺഗ്രസിന് പണം ഒഴുകുന്നത്? ഇന്നലെ ഇപ്പോൾ സ്പിരിറ്റ് പിടിച്ച കേസ് വന്നു. കർണാടകയിൽ നിന്നാണ് വരവ് എന്നാണ് കേൾക്കുന്നത്. പണം വരുന്ന വഴിയും പാലക്കാട് പിടിച്ചത് അതിവിടെ വന്നിട്ടുണ്ടോ ഇല്ലേന്ന് ഇപ്പൊ പറയാനാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയാം. അപ്പൊ മദ്യമൊഴുക്കി കള്ളപ്പണമൊഴുക്കി ഞങ്ങളല്ലല്ലോ ഇതൊന്നും പറഞ്ഞത്. ഞങ്ങളല്ല ഈ ആക്ഷേപം ഉന്നയിച്ച് BJPയുടെ കള്ളപ്പണത്തിന്റെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. കോൺഗ്രസിന്റെ കള്ളപ്പണവും ഹവാല പണവും ഇന്നതാണെന്ന് പറയുന്നു. അവർക്ക് മുമ്പുണ്ടായിരുന്ന അവിടുത്തെ MLAക്ക് കാശ് കൊടുത്തത് ഈ ഏജൻസി തന്നെയാണെന്ന് പറയും. ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കിയിട്ടില്ല. പക്ഷേ ഇതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും സ്വീകരിക്കുന്ന പണത്തിന്റെ സോഴ്സും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ പണക്കൊഴുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമല്ലാതെ ചേലക്കര നിയോജകമണ്ഡലത്തിലെ രാഷ്ട്രീയമായ അടിത്തറയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയ്ക്ക് ഈ പ്രവർത്തനം കൊണ്ടൊന്നും ഒരു പോറലേൽപ്പിക്കാനായിട്ടില്ല. 10,000-കണക്കിന് ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകർ ഈ മണ്ഡലത്തിന് ഇവിടെ നിന്നുള്ളവർ തന്നെയാണ് മഹാഭൂരിപക്ഷം പ്രവർത്തകരും. അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ ശക്തി. ആ ശക്തി ഉപയോഗിച്ച് ഈ മണ്ഡലത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയുണ്ട് ചേലക്കരയിൽ ഒരു പ്രചരണമൊക്കെ കണ്ടിട്ട്? എങ്ങനെയുണ്ട് പ്രചരണം? ഉഷാറാണ്. എല്ലാ അർത്ഥത്തിലും ജനകീയമായി. നേരത്തെ സഖാവ് AC പറഞ്ഞല്ലോ, ഈ മണ്ഡലത്തിലെ പ്രവർത്തകരാണ് ഫീൽഡിലുള്ളത്. ഫീൽഡിൽ നിൽക്കുന്ന സ്ക്വാഡ് ഈ മണ്ഡലത്തിലെ പ്രവർത്തകരാണ്. ഇവിടെ നടക്കുന്ന പൊതുയോഗങ്ങൾ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ മണ്ഡലത്തിലെ പ്രവർത്തകർ തന്നെയാണ് ആ രീതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് CPMന് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. പ്രചരണ നേതൃത്വം കൊടുത്ത AC മൊയ്തീനും അതുപോലെ തന്നെ സേവർ ചിറ്റപ്പള്ളി അടക്കമുള്ള MLAമാർ. AC മൊയ്തീൻ അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ നേതൃത്വം കൊടുത്തയാളുടെ പ്രചരണത്തിന് വലിയ പ്രതീക്ഷ. K രാധാകൃഷ്ണൻ നേടിയ വലിയ ഭൂരിപക്ഷം 50% മുകളിൽ വോട്ട് നേടി അദ്ദേഹം വിജയിച്ചു. ആ വോട്ടിനടുത്തെത്തി പ്രദീപ് ഇത്തവണയും ചേലക്കര CPMനൊപ്പം ഉറപ്പിച്ചു നിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.